പുതിയൊരു സ്വാഗതം ഗൈസ്. ഞങ്ങൾ ഇന്ന് മറൈൻ എക്സ്പോ പോകാൻ പോണേ ഗൈസ്. ഞങ്ങൾ കഴിഞ്ഞ വട്ടം പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ കുറെ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കുറെ അപ്ഗ്രേഡ് ഒക്കെ ഉണ്ട്. ഇന്ന് മത്സ്യകന്യൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. സോ എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ബില്ലും കൂടെ വെക്കാം. നിങ്ങൾ തന്നെ വീഡിയോ വിടും. ഫൈനലി അവിടെ എത്തി ഗൈസ്. അവിടെ ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റിന്റെ പ്രൈസ് വരുന്നത്. അതിന്റെ വേർത്താണോ നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ കയറിയപ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് തന്നെ. എന്ത് ബിരിയാണി എല്ലാവരും അവിടെ എൻജോയ് ചെയ്യുമ്പോൾ നമ്മ ഇവിടെ പേരിന് ഇടിപിടിക്കുന്നു. ഗസീന്റെ പേര് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അടുത്ത സെക്ഷനിൽ ഗോൾഡൻ ഫിഷ് ആയിരുന്നു. മിക്ക ആൾക്കാരും മേടിച്ചിട്ടുള്ള ഒരു മീൻ, എപ്പോഴും ചത്തുപോകാറുള്ള മീനെന്നും പറയുമായിരുന്നു. യെസ്, പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു പറയാ. ഇത് ഞങ്ങൾ ആദ്യം കണ്ട മീനിന്റെ ബ്ലാക്ക് കളറാണ്. ഇത് കണ്ടപ്പോൾ കറക്റ്റ് പിരാനെ പോലെ തന്നെ തോന്നി. ഇനി ഇത് പിരാന തന്നെയാണോ? എനിക്ക് അറിഞ്ഞൂടാ. മിക്കവാറും കുത്തി കുത്തി ചില്ല് പൊട്ടിക്കും. പിന്നെ ഞങ്ങൾ വലിയ വലിയ ഷാർക്കിനെ കണ്ടു. പിന്നെ കുറെ വെള്ള കളറിലെ മീനുകൾ ഈ സ്നേഹിക്കണ ഓടി നടക്കണ. പക്ഷെ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചത് നമ്മ ഈ ബ്ലൂ കളറിലെ മീനാണ്. ഇതിപ്പോ അവിടെ നിന്ന് വന്ന് ചാടി വന്നായിരിക്കുമോ ഗൈസ്? പിന്നെ ഞങ്ങൾ അത് അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയപ്പോൾ അവിടെ ഒരു വൈറ്റ് കളറിലെ മീൻ, നല്ല ഭംഗിയുള്ള ഒരു മീൻ. അതിന്റെ പക്കത്ത് ഒരു ഓസ്കാർ നമ്മളെ തുറിച്ചു നോക്കുന്നു. അപ്പുറത്ത് അതിലും വലിയൊരു മീൻ. അപ്പത്തെ സെക്ഷനിലോട്ട് പോയി അതെങ്ങാനും പൊട്ടി വീണാല സുനാമി പോലെ ആയിരിക്കും ഗൈസ്. പിന്നെ ഇവിടെയാണെങ്കിൽ ഇതേ ഒരു സക്കർ ഉണ്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു മീനാണ് സക്കർ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഒരു ഓസ്കർ. പിന്നെ അതേ ഇവിടെ നേരത്തെ കണ്ട അതേ മീൻ. അത് മണ്ണ് തിന്നുമായിരുന്നു. അതിന് മണ്ണ് ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയി ഗൈസ്. അവിടെ എൻ്റെ ഫേവറേറ്റിന്റെ ബന്ധു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റെട്ടൈൽ ക്യാറ്റ് ഫിഷ് കേസ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആൽബിനോ ക്യാറ്റ് ഫിഷും പിന്നെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും ആണ്. പിന്നെ ഗൈസ് ദേ വാഹയാട്ടോ ഇരിക്കുന്നത്. പിന്നെ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആൽബിനോ പിന്നെ ഒരു സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്, അത് ഞാൻ ആക്ച്വലി മേടിച്ചിട്ടുണ്ട് ഗൈസ്. സ്പോട്ടഡിനെയാണ് മേടിച്ചേക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഉടനെ വരുമായിരിക്കും. ചിലപ്പോൾ ഷോർട്സ് ആയിരിക്കും. ഗൈസ് ഇന്നാണ് ഗൈസ് എല്ലാവരും വെയിറ്റ് ചെയ്ത സാധനം. അങ്ങനെ ഞങ്ങൾ എല്ലാ മീനെയും നല്ലോണമൊക്കെ ഇരുന്ന് കണ്ട് ഗൈസ്. എൻ്റെ പുറകിലോട്ടൊക്കെ പോയി വാഹനൊക്കെ കണ്ടു. അങ്ങനെ എല്ലാ മീനെയും കണ്ടു. തൊട്ട് അടുത്ത സെക്ഷനിലോട്ട് പോയപ്പോൾ അവിടെ ഫുള്ള് ഷാർക്കായിരുന്നു. പിന്നെ ഗൈസ് എൻ്റെ വോയിസിന് നല്ല രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും, കാരണം മൂക്കടപ്പാണ് ഗൈസ്. അത് സഹിക്കുക. ഇവിടെ കോഴിക്കാർപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഐഡിനെ പോലത്തെ 2-3 മീനെ കണ്ടു. പിന്നെ വേറെയും കുറേ മീനെ കണ്ടു ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എക്സിറ്റി വഴി പോണ വഴിക്കാണ് അയാൾ പറഞ്ഞു, അയ്യോ മത്സ്യനെ കണ്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 പേരെയും കണ്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ അടിപൊളി സാധനങ്ങൾ ക്ലീൻ ചെയ്യാനും, പിന്നെ ആനിമി ഫാൻസ് എന്നെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാങ്കയും നോവൽസും, പിന്നെ അത് മാത്രമല്ലാതെ ഇഷ്ടം പോലെ ബെഡും, അതും കുറഞ്ഞ പ്രൈസിൽ തന്നെ. ആൻഡ് ഗൈസ് ഈ അച്ചാർ കടയിൽ നിന്ന് ഗൈസ് ഞാൻ ഒരു അച്ചാർ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു ഗൈസ്. ഇപ്പോഴും ആ ടേസ്റ്റിനെ വായി നോട്ടില്ല, അത്രയും രസമാണ് ഗൈസ്. അത് ഞാൻ കഴിച്ചത് മാങ്ങയുടെയും കാന്താരി മുളകിൻ്റെയാണ്. അത് അടിപൊളിയായിരുന്നു. സോ ഐ എം ഹൈലി റെക്കമെൻഡ് ദിസ് പ്ലേസ്. കാരണം കഴിച്ചവർക്കറിയാം. പിന്നെ നിങ്ങൾക്ക് ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ദേ ഇരിക്കണം. പിന്നെ പിള്ളേർക്ക് വേണ്ടി ടോയ്സ് ഗൈസ്. പിന്നെ എനിക്ക് ഈ ഒരു ടോയ്സിന്റെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ടോയ്സ് ഉണ്ട്. ഞാൻ അവസാനം കാണിക്കാം. പിന്നെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് കുറേ ഗെയിംസ് ഉണ്ട്, അതിലൊക്കെ കയറി. പേടിക്കണ്ട പോകണത്.
സോ അത്രേ ഉള്ളൂ വീഡിയോ. പിന്നെ കാണാം. ബൈ.